രണ്ടാളും കൂടെ ഒന്നിച്ച് ഇന്റർവ്യൂ കൊടുത്തിട്ട് കുറെ നാളുകളായി തോന്നുന്നു അല്ലേ? ലൈക്ക് ഇപ്പൊ റീസെന്റ് ആണ് നമ്മൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി വരും. അപ്പോൾ ലൈക്ക് ഒരുമിച്ച് വീണ്ടും അഭിനയിക്കുന്നു. എങ്ങനെയാണ് ഇത്രയും ഗ്യാപ്പിന് ശേഷം അതെന്തുകൊണ്ട് ഇത്രയും ഗ്യാപ്പ് സംഭവിച്ചത്? എന്തുകൊണ്ടാ? അല്ല, ഗ്യാപ്പ് നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു സംഭവമല്ല. പിന്നെ പൊതുവെ രഹന ഒരു ഹൗസ് വൈഫ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇങ്ങനെ പോവാണല്ലോ. പിന്നെ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ സിനിമയിലേക്ക് വരാം അങ്ങനെ പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് വളരെ യാദൃശികമായിട്ട് വന്ന ഒരു കഥയാണ്. അപ്പോൾ ഇത് ആലുവ സ്വദേശിയായ സിറാജ് റസ, പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ. കഥയും പുള്ളിയുടെ തന്നെയാണ്. അപ്പോൾ നമ്മളെ വന്ന് സമീപിച്ചു. എൻ്റെ ഒരു മെയിൻ വേഷം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഞാനിങ്ങനെ അത്യാവശ്യം ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന സമയത്താണ് ഇങ്ങനൊരു ഓഫർ വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ നമ്മുടെ നാട്ടുകാരാണെങ്കിൽ നമുക്ക് പരിചയമില്ല. ഞാൻ ആലുവ തന്നെ താമസിക്കുന്ന. അപ്പോൾ ഞാൻ മുമ്പ് പരിചയമൊന്നുമില്ല ഇവരെ. അപ്പോൾ ഞാൻ നാട്ടിലില്ല ഇവർ വിളിക്കുന്ന സമയത്ത്, ഗൾഫിലത് പ്രോഗ്രാമായിട്ട് പോയിരിക്കുക. അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിലൊന്ന് കാണിച്ചു തരാം, എന്നിട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ പറയണം, അതിനുശേഷം ഞങ്ങൾ വന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നേരെ രഹനയെ ഇഷ്ടപ്പെട്ടോ കണ്ടപ്പോൾ തന്നെ? അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഡയലോഗ്സ് ഇല്ലാതെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കണ്ടന്റ് നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതൊരു റിസ്ക്കാണ്. അപ്പോൾ ഒരു 5 minutes കൊണ്ട് അവരത് ഭയങ്കര രസമായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പക്ഷെ ആക്ച്വലി അവർക്ക് ഡയലോഗ് അലർജിയാണെന്ന് പിന്നെ മനസ്സിലായി. അവർക്ക് ഡയലോഗ് വേണ്ട, അവർക്ക് ഡയലോഗ് എഴുതാൻ പേടിയാന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ ആ ഡയലോഗ് ഇല്ലാതെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അത് അത്രയും കണ്ടന്റ് നമുക്ക് മനസ്സിലാവണല്ലോ. അത് ഭയങ്കര രസമായിട്ട് വിഷ്വലൈസ് നമ്മളത് ആ സംഭവം കണ്ടപ്പോൾ ഓക്കെ, അത്യാവശ്യം ഒരു കുഴപ്പമില്ല ചെയ്യും എന്നുള്ള മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ നാട്ടിലെത്തിയ സമയത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പോലെ സാധനമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം തന്നപ്പോൾ തന്നെ പറഞ്ഞു, സിറാജ് പറഞ്ഞത് സ്ക്രിപ്റ്റ് നോക്കരുത്. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് നോക്കണമെങ്കിൽ പിന്നെ എന്നത് കൊണ്ടുവന്നത്? അല്ല അതല്ല, ഈ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി ഇതിൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ബാക്കി എന്ത് സജഷനും നമ്മളത് കേട്ടിട്ട് ഞങ്ങളതനുസരിച്ച് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയും ഒരു 20 വർഷത്തിന് ഗ്യാപ്പിന് ശേഷമാണ് അത്ര ആയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും മൂവിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം അന്നത്തെ പോലെ അല്ല, മൂവി ഒരുപാട് മാറിയിട്ടുണ്ട്. ഇക്കയോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് സെറ്റിലൊക്കെ പോകുന്നുണ്ടായിരുന്നോ? അതോ? ഞാൻ പോവില്ല, പക്ഷെ ഞാൻ വർക്ക് എന്ന് നിർത്തിയോ അന്ന് തുടങ്ങി ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. കാര്യം അത് നവാസ്ക ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും ഞാനും പെർഫോം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ നവാസ്കക്ക് എന്തെങ്കിലും ക്യാരക്ടർ വന്നാൽ ഞാൻ ചോദിക്കുക എന്ത് ക്യാരക്ടറാ, ഏതാ സീൻ, എന്താ പറഞ്ഞ് നവാസ് ഖാനയിലും കൂടുതൽ എനിക്കാണ് ഇഷ്ടം അത് കേൾക്കാൻ. അപ്പൊ ഞാൻ പറയും എന്താ ചെയ്തേ, എന്താ അങ്ങനെ ചോദിക്കും. എന്നിട്ട് ഞാൻ അത് പ്ലാൻ ചെയ്യും. ഞാനത് വീട്ടിലിരുന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ നവാസ്ക അവിടെ പോയി ആക്ട് ചെയ്യുമ്പോൾ ഞാൻ വിളിക്കും എന്താ ചെയ്തേ, എന്താ ആക്ടിവിറ്റി ചെയ്തേ, ക്യാമറ എവിടെ. അപ്പൊ എല്ലാം നവാസ്ക ഡീറ്റെയിൽ ആയിട്ട് പറയും. ചില ദിവസം രാത്രി ഭയങ്കര ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്തൊക്കെ ഇല്ല, രാത്രി വരുമ്പോൾ ചിലപ്പോൾ പറയും ഞാൻ ഭയങ്കര ടയർഡാണ്, രാവിലെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വെക്കും. പക്ഷെ അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. കാര്യം എന്താ വെച്ചാൽ ഇതെനിക്ക് കേൾക്കാൻ പറ്റില്ല, ഇത് എന്താ അവിടെ ചെയ്തു വെച്ചെന്ന് അറിയാനുള്ള ഒരു ഭയങ്കര ഒരു ആഗ്രഹം. സെറ്റിലെ വിശേഷങ്ങളെല്ലാം അറിയണം? അതൊന്നും അറിയണ്ട, അതൊന്നും അറിയണ്ട. ഇല്ല, എനിക്ക് ഓൺലി പെർഫോമൻസ്, എന്താ പെർഫോം ചെയ്തു, അവരെ എങ്ങനെ ക്യാമറ വെച്ചു, എന്തൊക്കെ അവർ വർക്ക് ചെയ്തു, എങ്ങനെയായിരുന്നു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചോദിക്കും. അത് എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പൊ ഞാൻ ചോദിക്കും. ഇപ്പൊ നവാസ്ക്ക് ഇപ്പൊ അറിയാവുന്നോണ്ടല്ലോ ഓരോ സീൻ കഴിയുമ്പോ ഇതായിരുന്നു അതായിരുന്നു എന്ന് വിളിച്ചു പറയും. അല്ലെങ്കിൽ രാത്രി വരുമ്പോ ഇനി അത് പറയണല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് സ്ക്രീൻ ചെയ്യുമ്പോ ചിലപ്പോ അതിനേക്കാൾ രസമായിട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയും ഭയങ്കര രസമായിട്ട് ചെയ്തു, ഞാൻ പറഞ്ഞതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറയും. അപ്പൊ എനിക്ക് അത് അങ്ങനെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിത് ഷൂട്ട് തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നേരത്തെ നൂർജാൻ ചോദിച്ചല്ലോ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തു. അത്തരത്തിലുള്ള ഒരു സംഭവം ഫസ്റ്റ് ഷോട്ട് മുതൽ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ മാറിയിരിക്കുമല്ലോ, എനിക്കത് അനുഭവമുള്ളതാണ്. നമ്മൾ മാറിയിരിക്കുന്ന സമയത്ത് നമ്മൾ പലതും സ്റ്റഡി ചെയ്യും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ ചിലപ്പോൾ വിട്ടു അടുത്ത സെറ്റിൽ പോയി അടുത്ത കാര്യങ്ങൾ പോയി പല അഭിനയത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ
ചെയ്യാൻ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ആ പടം കണ്ടു കഴിയുമ്പോൾ അത് കുറച്ചുകൂടി അവിടെ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ല ഡയലോഗ് ഇങ്ങനെ മോഡുലേറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നുന്ന കാര്യം. മാറിയിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഇതെല്ലാം വീക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ കുറേ നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മളത് സ്റ്റഡി ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതെനിക്ക് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും പല സിനിമകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നു. സിനിമക്ക് എപ്പോഴും നല്ല ക്രൈസാണ് കേട്ടോ. എപ്പോഴും ഞങ്ങൾ എല്ലാ പടങ്ങളും കഴിവിൻ്റെ പരമാവധി തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. OTT സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടങ്ങൾ അങ്ങനെ തന്നെ പോയി കാണുന്ന ആഗ്രഹിക്കുന്നു. അതിലൊന്നും കാണാറില്ല. ഫോൺ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു തിയേറ്ററിൽ മാത്രമേ കാണുള്ളൂ, ടിവിയിലും കാണാൻ ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് രയനയുടെ പെർഫോമൻസിൽ, രയന അത്യാവശ്യം നല്ല ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് ഇതിനകത്ത്. ഫസ്റ്റ് ഡേ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു രഹന അഭിനയം മറന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേ എനിക്ക് ഷോക്കായി. അപ്പൊ ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തില്ലേ, അങ്ങനെ എനിക്ക് തോന്നിയത് അപ്പോഴാ. അതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ പെർഫോം ചെയ്യാൻ വന്ന് നിൽക്കുമ്പോഴും ഞാൻ പണ്ട് പെർഫോം ചെയ്യണം, ഇന്നലെ ചെയ്തിട്ട് ഇന്ന് ചെയ്യാൻ ആ ഒരു മൂഡിലാണ് ഞാൻ വന്ന് നിന്ന് ചെയ്യണത്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ ഒരു കമന്റ് ചെയ്തു, ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് ടേക്ക് ഓക്കെയാ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു രഹന അഭിനയം മറന്നിട്ടില്ല കേട്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിക്കണം, അയ്യോ ഞാനപ്പോൾ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്, കുറച്ച് ഗ്യാപ്പ് വേണമെന്ന്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഓരോ സീൻസ് കഴിയുമ്പോഴും ഡയറക്ടർ പറയും. പിന്നെ ഞാൻ കരയണ സീനിലൊക്കെ ഡയറക്ടറിന് കരയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പക്ഷെ 1 വീക്ക് നവാസ്ക 1 വീക്ക് കഴിഞ്ഞപ്പോ ഇല്ലേ, 1 വീക്ക് കഴിഞ്ഞവരെ നവാസ്ക ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും, ഒന്നും പറയുന്നില്ല. അപ്പൊ എന്തായിരിക്കും, കൊള്ളില്ല എന്നാണോ നല്ലതാണോ ഒന്നും അറിയില്ല. 1 വീക്ക് കഴിഞ്ഞപ്പോ നവാസ്ക എന്ത് പറയാണ്, നീ പെർഫോമൻസ് നിർത്തിയിട്ട് 1 വീക്കിന്റെ ഗ്യാപ്പ് പോലും ഇല്ലാന്ന്. അത് കേട്ടോ ഭയങ്കര സന്തോഷം. അത് അത്രയും വെയിറ്റ് ചെയ്ത് ഒരു ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അത്രയും ഗ്യാപ്പ് ഇട്ട് പറഞ്ഞത്? അല്ല, അതിന്റെ എന്താ കാര്യം വെച്ചാൽ നമുക്ക് അതുവരെ അത് പോരാ, അല്ലാതെ ഇങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മൾ അത്രയും ഇൻവോൾവ് ആയിരുന്നു. ശരിക്കും ഞാൻ എൻ്റെ ക്യാരക്ടറും ഒരുമിച്ച് ഞങ്ങൾ ചെയ്തു പോകുന്നതുകൊണ്ട് വെച്ചാൽ പരസ്പരം ഞങ്ങൾ അതിനെ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ പോണത്. പിന്നെ ഒരു ക്യാരക്ടറിൻ്റെ എല്ലാ തലങ്ങളും വരുമല്ലോ. ഇപ്പോൾ സെൻറ്റി ആയിട്ടുള്ള ഒരു ഏരിയ വരും, ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഭയങ്കര സംസാരിക്കുന്ന ഇതൊക്കെ വരും. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിൽ സ്റ്റഡി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പക്കയാണ്. പക്ഷെ ഞങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട സംഭവം വന്ന് കുറച്ച് വൈകുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതുവരെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. നിങ്ങളുടെ രണ്ടാളുടെയും ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂസിന് മുമ്പ് എന്തായാലും പ്രീവിയസ് ഇന്റർവ്യൂസും അതൊക്കെ നോക്കും. അപ്പൊ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് കമന്റ്സിൽ വരുന്നതാ, ഇവർക്ക് രണ്ടാർക്കും പ്രായമാവുന്നില്ലേ? അങ്ങനെ ആരും പറഞ്ഞു? പിന്നെ കമന്റ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ജ്യോതികയുടെ അടുത്ത് ചോദിച്ചപ്പോൾ വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി എന്ന് വെച്ചപ്പോൾ പറഞ്ഞ് എൻ പുരുഷൻ എന്നെ കൊഞ്ചം ഹാപ്പിയായി വെച്ചിരിക്കുകയെന്ന്. ശരിക്കും ഇവിടുത്തെ ബ്യൂട്ടി എന്താ, ലൈക്ക് ഹാപ്പി വൈഫിൻ്റെ ബ്യൂട്ടി ലൈക്ക് സീക്രട്ട് എന്താണ്? അല്ല, നവാസ്കയും ഭയങ്കര ക്വയറ്റാണ്, ഭയങ്കര എപ്പോഴും വിഷമങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അധികം ഒച്ചവ അങ്ങനത്തെ ഒന്നും ഇഷ്ടമുള്ള ഒരാളല്ല. ഭയങ്കര അങ്ങനത്തെ ഒരു രീതിയാണ്. പിന്നെ എനിക്ക് എപ്പോഴും എനിക്കൊരു 18 അങ്ങനത്തെ ഒരു ഫീലാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും. കുട്ടികൾ മാത്രം ഇങ്ങനെ വലുതാവും, ഞാൻ എൻ്റെ മൈൻഡ് അവിടെ നിന്ന് ഒരു സെക്കൻഡ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കില്ല. അപ്പോൾ എൻ്റെ മോൻ അവൻ 11th-ലാണ്. അപ്പോൾ അവൻ ഓപ്പൺ ഹൗസിനൊക്കെ പോകുമ്പോൾ അവൻ ഇടയ്ക്ക് പറയും പക്ഷേ ഇതൊക്കെ ഒന്നിങ്ങനെ. അപ്പോൾ അവൻ നോക്കുമ്പോൾ ഇതെന്താ ഭയങ്കര ഏജ് കുറവ് പോലെ ഫീൽ ചെയ്യണോണ്ട് അവൻ പറയും തട്ടിന് ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും ഇങ്ങനെയൊക്കെ പറയും. ഞാൻ എന്താണ് പറയുക, ഉമ്മയായിട്ട് തോന്നുന്നുണ്ട്, അവന് നല്ല ഹൈറ്റാ അങ്ങനെ പറയും. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലാണ്. ഞാൻ വീട്ടിൽ ബിഹേവ് ചെയ്യുമ്പോഴും എനിക്ക് ഒരിക്കലും ചിലപ്പോൾ മോൻ വന്നിട്ട് ഉമ്മാന്നൊക്കെ വിളിക്കുമ്പോൾ ഉമ്മേ അങ്ങനെയൊക്കെ പെട്ടെന്ന് അവൻ വളരെ സീരിയസ് ആയിട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഭയങ്കര സ്ട്രെസ് ചെയ്തൊക്കെ ഉമ്മാന്ന് വിളിക്കുമ്പോൾ അപ്പം നമ്മളിങ്ങനെ പെടുന്നേ ഉമ്മേ അങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നും. അപ്പം ഞാൻ പറയണം ഒന്ന് പതിയെ വിളിക്കണം. ഒരു പരിധി വരെ ഇപ്പം നേരത്തെ ചോദിച്ചതിനൊരു എനിക്ക് എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളത്, ഒരു പരിധി വരെ എല്ലാ മനുഷ്യരിലും നമുക്കൊക്കെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥനാവുന്നത്, ക്ഷീണിച്ചു പോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ മുഖം വല്ലാതിരിക്കുന്നു, എന്ത് പറ്റി എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സിൻ്റെ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഏത് ജോബാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് പൊസിഷനിലാണ് എന്ത് പ്രൊഫഷനാണെന്നുള്ളതല്ല, നമ്മുടെ മനസ്സ് കറക്റ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം എന്നാണല്ലോ നമ്മളതിന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനം എന്ന് പറയുള്ളൂ. കാരണം എൻ്റെ അനുഭവത്തിൽ, കാരണം അതില്ലെങ്കിൽ
വേറെ ഒന്നും നമ്മൾ നേടിയിട്ട് കാര്യമില്ല. നമുക്കവിടെ ജീവിക്കണ്ടേ സന്തോഷമായിട്ട്. അതെ അതെ. സന്തോഷം എപ്പോഴും ഉണ്ടാവണമെന്നല്ല. നമ്മൾ ഓരോ ദിവസം നാളെ എന്താണ് അടുത്ത നിമിഷം എന്ന് നമുക്കറിയില്ല. നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ എന്താണ് കാണാൻ പോകുന്നത്, എവിടെയാണ് നമ്മളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതില്ലാത്ത ഒരവസ്ഥ അത് വളരെ ദയനീയമായെന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഇപ്പോൾ ഇന്ന് വരെ, നാളത്തെ അറിയില്ല, ഇന്ന് വരെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അതേ പറയുന്നുള്ളൂ അതിന് ആൻസർ. ആ സമാധാനമാണല്ലോ നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ രഹനത്തടുത്ത് ഇക്കടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും കുറിച്ചിട്ട് ഇതേപോലെ വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഏതാന്ന് ചോദിച്ചാൽ ഇത് ഏതാന്ന് പറയും? അങ്ങനെ ചോദിച്ചിപ്പോൾ ഭയങ്കര ഒരുപാട് നല്ല ക്യാരക്ടറുകളൊന്നും കിട്ടിയിട്ടുള്ള ആളല്ല. പക്ഷെ നവാസ് ഒരുപാട് കഴിവുണ്ട്, പക്ഷെ അതിനൊത്ത് ക്യാരക്ടറുകളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം ഈ അടുത്താണ് കുറച്ചെങ്കിലും അങ്ങനെ കിട്ടി തുടങ്ങിയത്. അതിലെനിക്ക് വനിത എന്ന് പറഞ്ഞ മൂവിയിൽ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നവാസ്ക്ക് ഭയങ്കര നാച്ചുറൽ പെർഫോമൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ കോമഡി അങ്ങനെയൊക്കെയാ ചെയ്യുക. പക്ഷെ ആള് സീരിയസ്ലി വീട്ടിൽ അങ്ങനെയല്ല. അപ്പോൾ കുട്ടികൾ തന്നെ പറയും ഇതെന്താ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല നവാസ്ക കോമഡി ചെയ്യണം. കാര്യം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നവാസ്കയുടെ ക്യാരക്ടർ ഇപ്പോഴാണ് കുറെ കൂടി കിട്ടി തുടങ്ങിയത്. എനിക്ക് വനിത ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹ്യൂമറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്പീഡിന് ഡയലോഗ് പറയുന്ന ഒരു സംഭവമുണ്ട്, കരടി എന്ന് പറഞ്ഞു. അതിൽ ഭയങ്കര അത് ഞാൻ ഇടയ്ക്ക് ചോദിക്കും ഇത് എങ്ങനെ ഇങ്ങനെ എന്തെന്ന്. അപ്പൊ ഞാൻ ലാസ്റ്റ് അടുത്ത് പറഞ്ഞു ഇത് എന്താണ് ഇത് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അതൊരു കട്ട് പോലും ഇല്ല അവിടെ. ഇത്രയും സ്പീഡിന് എങ്ങനെയാണ് സംഭവം ഇതേപോലെ സ്റ്റാറ്റസുകളായിട്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇപ്പോഴത്തെ യൂത്ത് അത് ഏറ്റെടുത്തിട്ടുണ്ട്. കുറെ പേര് എനിക്ക് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സൈക്കോ എന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അതെങ്ങനെ സ്പോട്ടിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് പോയതാണോ ആ ഒരു ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു സ്വഭാവം? കണക്ഷൻ തന്നെ അങ്ങനെ നമ്മളൊരു ഇവര് തന്നെയാണ് ഞങ്ങൾ മുമ്പ് പറഞ്ഞ കൊടകര എന്നുള്ള സംഭവമൊക്കെ ഉദ്ദേശം സിപ്പിക്കുന്നത് അവർ തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ്. അപ്പൊ നമ്മൾ ചില ഒരു സംഭവങ്ങൾ പറയുമ്പോൾ അത് കണക്ട് ചെയ്ത് ഇവർ പിടിച്ച് ഒരു സംഭവം. അതൊക്കെ അന്ന് ഭയങ്കര സ്പീഡ്. അന്ന് ഇത് പറയുന്നത് ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഇയാൾ 2-3 സിറ്റുവേഷൻ ഉണ്ട്. ഇയാള് തുണിക്കടയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് എന്ത് പറ്റി, എന്താ പ്രശ്നം. അപ്പോൾ ഇയാൾ വണ്ടി ഒന്ന് കുത്തിയില്ല. ഒന്നും പറയണ്ട എൻ്റെ ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ഒരു മാരുതി കാർ 100 മൈൽ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു, ഒരു ഇന്നോവ കാർ 150 മൈൽ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു. മൊത്തം ഞങ്ങൾ ഞെട്ടി തരിച്ച് നിൽക്കുക. മാരുതി കാർ എറണാകുളത്തേക്കും പോയി, മറ്റേ കോഴിക്കോടും പോയി. പക്ഷേ എന്താ എറണാകുളത്ത് വല്ലാന്നറിയും, പണ്ട് 5000 രൂപ ആ സ്ഥാനത്ത് ഇപ്പോൾ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കണം. അതെ, പക്ഷേ ഈ രൂപയുടെ മൂല്യടിഞ്ഞോടുകൂടി സാമ്പത്തിക വിദേശ നാണയത്തിന് ഭയങ്കര ഡിമാൻഡായി. പക്ഷെ നമ്മൾ ജീവിക്കാനല്ലോ വിദേശത്ത് തന്നെ ജീവിക്കാം. അവിടെ കുട്ടികൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് എത്ര ലക്ഷമുണ്ട്? 26, മലയാളത്തിൽ 56. അപ്പോൾ 56 26 പോയാൽ 30 പറഞ്ഞാൽ ഒരു മാസം 30 ദിവസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആഴ്ചയിൽ 7 ദിവസം സംഭവം മൊത്തം കുഴയും. ഓരോന്ന് കണക്ട് ചെയ്ത് അത് എത്ര വെള്ളം പോവല്ലേ. ഇവര് നോക്കിയിട്ട് ഇവനെന്ത് പ്രാന്താണ്, ഇവരെങ്ങനെ പോണെന്നുള്ളൊരു അതിപ്പോ ഇക്കടെ കൈ നിട്ടതാണ് ഈ ഒരു സംഭവം, ഈ ഡയലോഗ് ഫുൾ. അത് ഇത് സ്ക്രിപ്റ്റിലുണ്ടോ? സ്ക്രിപ്റ്റിൽ അവർ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. കണക്ട് ചെയ്ത് പിന്നെ നമ്മള് അത് ആ സമയത്ത് അത് പറയല് വലിയ ഇത് ഓർഡർ തെറ്റാനും പറ്റില്ല. അതെ 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 അതെ, കറക്റ്റ് ആയിട്ട് കുറെ റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ പറയാൻ. അന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ഇപ്പോൾ നാടകത്തിലാണെങ്കിലും ഇവിടെയൊക്കെയാണെങ്കിൽ ലൈവ് ആണല്ലോ, അതിനകത്ത് വേറെ നമുക്ക് റീടേക്ക് ഇല്ല. സിനിമ അല്ല, സിനിമ നമുക്കൊരു ഡയലോഗ് തെറ്റി കഴിഞ്ഞാൽ നമുക്ക് റീടേക്ക് എടുത്ത് അടുത്ത ഷോട്ട് എടുത്ത് പോവാം. ഇത് പോയി ലൈവാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നമ്മുടെ ആ ഒരു ഇപ്പോൾ കലാഭവൻ മുതലുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഗുണം. ഡയലോഗ് പെട്ടെന്ന് പഠിക്കുന്നതിലും ആ ഒരു ടൈമിങ്ങിൽ പറയുന്നതിലൊക്കെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കൈൻഡ് ഓഫ് ഡയലോഗ്സ് പിന്നീട് നമ്മൾ സ്റ്റേജ് ഷോസിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു മൈ ഡിയർ കരടിയിലെ ഈ ലോങ് ഡയലോഗ് ഇല്ലില്ല, അതൊക്കെ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലാതെ. പിന്നീട് ഇത് നമ്മൾ യൂത്ത് പിള്ളേർ ഇത് കുത്തിപ്പൊക്കിയത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? അതിലേക്ക് കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെയാണ് ഇപ്പോൾ ഇവർ ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവാം. ആ സമയത്താണ് ഇത് ഇങ്ങനെ നമ്മളറിയാതെ നോക്കുമ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കും. അതിൽ വേറെ എന്തെങ്കിലും പൊളിറ്റിക്കൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളും അത് കണക്ട് ചെയ്യും. അതുപോലെ ഈ കൊടകര ആ സ്ഥലവുമായി കണക്ട് ചെയ്ത് അങ്ങനെ സംഭവങ്ങൾ വരും. ഇവർ ഷർട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും രാജപ്പനും കൂടി ഒരു ഷർട്ട് എടുക്കുമ്പോൾ പക്ഷെ എന്താ വില എന്നറിയോ? 300 രൂപ 99 പൈസ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ നേരെ കട്ടത് അതേ 300 രൂപ 99 പൈസക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഷർട്ട് ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷർട്ടിന്റെ ആഡ് ഷോട്ട് ആദ്യം ഇടും, അതിനുശേഷം നേരെ
എനിക്ക് ഈ കൊടകരയിലൊക്കെ പോകുന്നവർ ഇപ്പോഴും ആ ഡയലോഗ് ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? എല്ലാവരും മിക്കവാറും ഞാൻ ചേട്ടാ ഞാൻ കൊടകരയാണ് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ, അവിടുത്തെ ഈ ബസ് കണ്ടക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ ഇപ്പോഴും അത് കിളികളൊക്കെ അത് പറയുന്നുണ്ടോ നമുക്ക് ആർക്കറിയാം. അങ്ങനെ നമ്മൾ ഔട്ട്സൈഡ് ഇപ്പോൾ ഗൾഫിലൊക്കെ വല്ല പ്രോഗ്രാം പോകുന്ന സമയത്ത് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെ പരിചയമുള്ളവർ കണ്ടു നമസ്കാരം കൊടകര കൊടകര തിരിച്ചു പറയാറുണ്ടോ അപ്പോ? അവർക്ക് അത് ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലോ. ഭയങ്കര സന്തോഷമാണ് നമുക്കത് കേൾക്കുമ്പോൾ. എത്ര വർഷം മുമ്പുള്ള സംഭവമാണ് അതൊക്കെ. അതെ അതെ. നവാസിക്കയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ മലയാള സിനിമയിലാണെങ്കിൽ ഏത് ഒരു ഇൻഡസ്ട്രിയിലായാലും നമുക്ക് നമ്മുടെ നല്ലൊരു സക്സസിനോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനോ ഒരു ഗോഡ് ഫാദറിന്റെ ആവശ്യമുണ്ടോ? ഇതിന് അതിപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഫഷൻ എന്നുള്ളത് മാത്രമല്ല, എല്ലാത്തിനെയും കുറിച്ചൊരു ധാരണ എപ്പോഴും വേണ്ടേ. ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ നമ്മളും കൂടി ശ്രമിച്ചാലല്ലേ അവിടെ ഒരു നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ കല ആണ്, ഇപ്പോൾ അഭിനയമാണ്, ഭയങ്കര ക്രൈസാണ്. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ഞാനും നിയാസൊക്കെ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടന്നത്. പിന്നെ അടുത്ത് തൃശ്ശൂർ, ഞങ്ങൾ വടക്കാഞ്ചേരിയാണ് ഞങ്ങൾ. അപ്പോൾ തൃശ്ശൂർ ഷൂട്ട് നടക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഷൂട്ട് നടക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോകും. അന്ന് മുതലേ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അപ്പോൾ അത് ഇവിടെ വരും അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ആവണം അതൊന്നുമല്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലും മറ്റുള്ള വേദികളൊക്കെ നമ്മൾ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളിലേക്ക് അറിയാതെ ഇത് വന്നു. ഇനി നമുക്ക് നമ്മുടെ നിലനിൽപ്പ് അതല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നതിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് വരും. ആ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഏരിയ എന്താണെന്നുള്ളത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മളുടെ കുറവുകൾ നമ്മൾ തിരിച്ചറിയും. നമുക്കതിനെ എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. നമുക്ക് തന്നിരിക്കുന്നൊരു കഴിവ്, ഇപ്പോൾ ഈശ്വരൻ എല്ലാ മനുഷ്യർക്കും ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നമ്മൾ നിൽക്കുന്ന ആ ഒരു ഗ്രൗണ്ട് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ള അത് എല്ലാത്തിലും വേണമെന്നാണ് എൻ്റെ ഒരു നമ്മളിപ്പോൾ ഇതുവരെ അങ്ങനെ പോകുന്നു. അങ്ങനെ ഒരാളുണ്ടോ നവാസിക്കയ്ക്ക്? അങ്ങനെ ഒരാളുണ്ടോ? അല്ല, അങ്ങനെ ഒരാള് നമ്മളൊരു റോൾ മോഡലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഇതേപോലെ നമുക്കൊരു ഗോഡ് ഫാദർ അങ്ങനെ ഒരാളുണ്ടോ? അല്ല, അങ്ങനെ ഒരാള് നമുക്ക് പലവരും അങ്ങനെ ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണതിനേക്കാളും നല്ലത് ഒരുപാട് പേരുടെ കുറച്ച് തോട്ട്സുകളായിരിക്കും. പലരും പറയും നമ്മുടെ ഹോളിഡേയിലെ സ്പെഷ്യൽ നമ്മുടെ ഡ്രിങ്ക് വന്നിട്ടുണ്ട്. അതെ, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ ഫാദർ ആക്ടറായിരുന്നു, അബൂബക്കർ ആക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പാരമ്പര്യമായിട്ട് വാപ്പയൊന്നും എത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പോകണം, നിങ്ങൾ ഇങ്ങനെ വരണം, ഇതിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും റെക്കമെൻഡേഷനൊന്നും വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ വാപ്പ പറഞ്ഞ ചില കഥകളുണ്ട്, അതായത് അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ കേൾക്കും. കാര്യങ്ങൾ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഒന്നും നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളല്ല. വീട്ടിൽ നമ്മൾ സാധാരണ വിശേഷങ്ങൾ പറയുമല്ലോ, അപ്പോൾ പഴയ കഥകളൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ മക്കളോട് പറയുന്ന പോലെ തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളത് ഉൾക്കൊള്ളാന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വേറൊരു സംഭവമൊന്നുമില്ല. ഇല്ല. അപ്പോൾ ഈ നമ്മുടെ ഇഴയിലേക്ക് വരികയാണെങ്കിൽ കുടിക്കാമല്ലോ അല്ലേ? കുടിക്കാം. അവരിത്രയും കഷ്ടപ്പെട്ട് തന്നിട്ട്. അതെ. നമ്മുടെ രഹനത്ത ഭയങ്കര സൈലന്റ് ആണല്ലോ, വീട്ടിലും ഇതുപോലെയാണോ? എപ്പോഴും കുറച്ച് സൈലന്റ് ആയിട്ടാണോ സംസാരമൊക്കെ? അല്ല, നമ്മൾ അവസരം കൊടുക്കാറില്ല. ഇവർക്ക് അവസരം കിട്ടാറില്ല. വീട്ടിലാരാണ് കൂടുതൽ വയലന്റ്? ആരാണ്? അങ്ങനെ വയലന്റ് ഒന്നുമില്ല. പിന്നെ കുട്ടികളുടെ കാര്യമൊക്കെ എന്തെങ്കിലും നവാസ്ക്ക് എല്ലാത്തിലും കൊയറ്റാണ്. നേരത്തെ പറഞ്ഞല്ലോ 18 വയസ്സിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല എന്ന്. നവാസിക്കയ്ക്ക് അത് ഫീൽ ചെയ്യാറുണ്ടോ? അല്ല, മൊത്തത്തിൽ എന്താ വെച്ചാൽ അതിപ്പോ ഈ പറയുന്നതൊരു ഭംഗിവാക്കിന്റെ അല്ല. കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും A to Z നമ്മുടെ വീടിനകത്തുള്ള പല സംഭവങ്ങളിലും ഇൻവോൾവ് ആവുന്നത് പൊതുവെ അമ്മമാരാണ്. മക്കൾ പല കാര്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതും അവരെയാണ്. ഇപ്പം എന്നെക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സ്ട്രൈറ്റ് എൻ്റെ അടുത്ത് വരില്ല. അത് സ്വാഭാവികമാണ്, എല്ലാ വീടുകളിലുള്ള കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ എന്തെങ്കിലും അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അത് വേണ്ട എന്ന് ഞാൻ പറയുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതൊക്കെ ഈ വഴിയിലൂടെയാണ് വരുള്ളൂ. അപ്പോൾ മൊത്തത്തിലെന്ന് പറഞ്ഞാൽ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ പ്രതികരിക്കുന്നതും അത് സോൾവ് ചെയ്യുന്നതും സംസാരിക്കുന്നതും അത് ക്ലിയർ ചെയ്യുന്നതും അല്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നോട് വന്ന് പറയുന്നതൊക്കെ രഹനയ്ക്ക് ജോലി കൂടുതലാണ് അവിടെ. അപ്പൊ ഒന്ന് എത്തി ചൂടാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇഴയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് അഭിനയിച്ചതാണ്. ഹസ്ബൻഡും വൈഫും കൂടെ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴത്തേക്ക് ലൊക്കേഷനിൽ ഇടയ്ക്ക് ഇതേപോലെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് തമ്മി നോക്കുമ്പോൾ എന്തെങ്കിലും കോമഡി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഇഴയുടെ സെറ്റിൽ അത് ഭയങ്കര സീരിയസ് ആയ ഒരു കണ്ടന്റ് ആയതുകൊണ്ടിട്ട്
നമുക്ക് അവിടെ അങ്ങനെ തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. പക്ഷേ നവാസ്ക ഒരു സോങ് പാടി, അത് ആ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, രേന ഞാൻ ഈ പാട്ട് പാടി. അപ്പോൾ ഇതുവരെ പല പാട്ടും പാടാൻ പോയിട്ടുണ്ട്, എൻ്റെ അടുത്തൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. പാടിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ നിന്നെ ഓർത്തിട്ടാണ് പാടിയത്. അപ്പം ഞാനിത് നിനക്ക് എനിക്ക് എൻ്റെ കാലശേഷം നിനക്കിത് ഓർത്തിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ചോദിക്കും, ആ പാട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു അതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് എന്തായിരിക്കും എന്നറിയാൻ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പാട്ട് വന്നു. പിന്നെ അവര് പറഞ്ഞു ഇത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഞാനും കൂടി രണ്ടുപേരും കൂടി ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോഴും എനിക്കിതിങ്ങനെ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ചെറിയ താല്പര്യം തോന്നി. പക്ഷെ ഞങ്ങൾ രണ്ടും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഫേസിൽ നോക്കുമ്പോൾ ഭയങ്കര ചിരി വരിക, ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാര്യം അത് നമ്മൾ ആർട്ടിസ്റ്റ് ആവുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് പോയിട്ട് വേറെ എന്തൊക്കെയോ ആയിരുന്നു. നമുക്ക് ഇന്ന ആളാണ് ഫ്രണ്ടിൽ നിൽക്കണമെന്ന് അതിനുള്ള ടൈമില്ല. കണ്ടന്റ് അതാണ് ശരിക്കും പറഞ്ഞ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഈവൻ എന്തായാലും ഫെബ്രുവരി പകുതി ഒരു വാലന്റൈൻസ് ഡേയോട് അനുബന്ധിച്ചായിരിക്കും ചിലപ്പോൾ അത് വരിക. അത് അങ്ങനെ ഒരു പാട്ടാണ്, ഒരു പ്രണയം കണക്ട് ചെയ്ത് വരുന്ന സംഭവം. അതിനകത്ത് 2 കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു സംഭവം. അതിപ്പോ അങ്ങനെ പക്ഷെ തീരണ വരെ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ ഞാൻ സഖി എന്ന് തുടങ്ങുന്ന ഒരു ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ചിരി വന്നത്. ഞാൻ ചിരിക്കുന്നോണ്ട് നവാസ്ക ചിരിക്കും. അപ്പൊ നവാസ്ക ആദ്യം വീട്ടിൽ പോയിട്ട് ചോദിച്ചു, എനിക്ക് ഭയങ്കര ചിരി വന്നിട്ട് ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യണ്ട. അപ്പൊ നവാസ്ക പറഞ്ഞു, സത്യം എനിക്കും ഭയങ്കര ചിരി. നാണം വന്നോ? നാണമല്ല, നമ്മള് വീട്ടിലിങ്ങനെ ഇത് പുറത്തു പോയി എന്തൊക്കെയോ അഭിനയിക്കും, എന്തിനാ അങ്ങനെ മറന്നുവോ സഖി പഴയൊരു നടവഴി അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടാണത്. കുറച്ച് നല്ലൊരു മൂടുള്ള സംഭവമാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളിപ്പോൾ പാടിയൊരു പാട്ടാണ്. അപ്പോൾ ഈ സെറ്റിലെ തമാശ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിറാജ് ഡയറക്ടറെ നമ്മൾ വേറൊരു ചാനലിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് പറഞ്ഞു, നവാസ്ക ഞാനത് കണ്ടു, നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചില്ലല്ലോ നവാസ്ക, സിനിമയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഒരു കാര്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അത് പറയും, അതുകൂടാതെ മറ്റ് കാര്യങ്ങൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അതല്ലേ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയണത്. എന്നാലും സിനിമയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ നന്നായി സിനിമയുടെ. അപ്പോൾ സിറാജിനെ നമുക്ക് പണി കൊടുക്കാം. അതായത് ഈ ഓൾമോസ്റ്റ് എല്ലാവരും പുതിയ ആളുകളാണ്. ഇപ്പോൾ ഞാൻ രഹന അങ്ങനെ വന്നിട്ട് വേറെ സിജോ വർഗീസ്, പിന്നെ അജീഷ് കോട്ടെ, അങ്ങനെ കുറച്ച് 3-4 പേര് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓഡിയേഷൻ വഴി എടുത്തിരിക്കുന്ന ആളുകളാണ്. അതായത് നമ്മൾ പെരുമ്പാവൂർ സ്ലാങ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ലാങ് മസ്റ്റായിട്ട് വേണം. നമ്മൾ അങ്ങനെ ഒരു സംഭവം പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും യൂത്തിലുള്ള കുറേ പിള്ളേരും ഒക്കെ ഇതിനകത്ത് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഈ സ്ലാങ് വെച്ചുകൊണ്ട് നേരെ ട്രെയിൻ ചെയ്യിപ്പിച്ചൊക്കെയാണ് ഇവരെ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവർ സിനിമ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് സിറാജിനും. മനസ്സിലായി. അപ്പോൾ സിറാജ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയിലേക്ക് ആദ്യമായിട്ട് വരികയാണല്ലോ. അപ്പോൾ ചില നമ്മളിപ്പോൾ ഡയറക്ടേഴ്സ് പലവരും പല ആറ്റിറ്റ്യൂഡിലാണല്ലോ. അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചെയ്യുന്നു, ആ സീൻ എടുത്ത് ആ ഷോട്ട് എടുത്ത് കഴിയുമ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റി എടുത്ത് പറയാം, നമുക്കത് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരിത്തിരിയും കൂടി അത് പൊടിക്ക് കുറച്ചിട്ട് അത് പറയാം, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചില സാക്ഷൻസ് പറയില്ല. അപ്പോൾ സിറാജിന് വേറൊരു റിയാക്ഷനാണ്. സിറാജിന് അറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്നാലും മോൻ തിരിച്ചെത്തിയല്ലോ, അതെന്നൊരു അപ്പം നൂർജഹാൻ പറഞ്ഞാൽ മതി, എന്നാലും മോൻ തിരിച്ചെത്തിയല്ലോ അതെന്നൊരു സമാനം എന്ന് വെറുതെ പറഞ്ഞ് ആ ഡയറി ഇപ്പോൾ ഷോട്ട് എടുക്കുകയാണ് അവള്. അപ്പം ഞാൻ സിറാജ് ഒന്ന് പറഞ്ഞു, എന്തായാലും മോൻ തിരിച്ചെത്തിയല്ലോ, അതന്നെ വലിയ ആ നിൽക്കുന്നവൻ ചിലപ്പോൾ ഓടി ആത്മഹത്യ ചെയ്യും, അതിൽ പുഴയിൽ പോയി ചാടും. അപ്പം ഇത് പറഞ്ഞപ്പോൾ അതല്ലെന്നേ, അത് നമ്മൾ ഉദ്ദേശിച്ച ആ സംഭവമല്ല. നമ്മൾ പറയുമ്പോൾ കട്ട് നമ്മളതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അതിന് കുറച്ചുകൂടി ഇത്തിരി കൂടി ഫീൽ ചെയ്തിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഇത് ഫസ്റ്റ് തന്നെ ഈ റിയാക്ഷൻ വരും. അപ്പോഴേ നിൽക്കുന്ന പേടിക്കുന്നതല്ല, ഈ പുതിയ ആളല്ലേ അവനെ സംബന്ധിച്ചോളം അഭിഷു ഇത് എന്ത് പറ്റി, ദൈവം ഞാൻ എന്ത് കൊലപാതകം ചെയ്താന്ന് വിചാരിച്ചിട്ട് അവൻ അപ്പം തന്നെ പുഴ വല്ലതുണ്ടെങ്കിൽ അതിനകത്ത് ചാടി ആത്മഹത്യ. അപ്പം ഇത് ഈ ഒരു സംഭവം അവിടെ. അപ്പം ഇത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റേജ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കിട്ടിയ ഒരു നല്ല
എവിടെയെങ്കിലും ഒന്ന് പറയാൻ എനിക്കിങ്ങനെ വീർപ്പ്. അപ്പോൾ സിറാജിനിപ്പോൾ സമാധാനമായല്ലോ അല്ലേ? അതെ, വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഇനി സിനിമയിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ അതുപോലെ ഈ ടൈമിൻ്റെ പ്രശ്നം വരും. ഈവനിങ് ആവുന്ന സമയത്ത് സൺലൈറ്റ് പോവും, അതിനുള്ളിൽ പെട്ടെന്ന് തീർക്കണം. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഷോട്ട് ചെയ്ത്, അപ്പോൾ രഹനയും വേറൊരു ചേച്ചിയും കൂടി. ചേച്ചി ഒന്നുമില്ല, ഇത് വളരെ നാച്ചുറലായിട്ട് പോകുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. തൊട്ടപ്പുറത്ത് വന്ന് നമ്മൾ പണ്ട് നമ്മളൊരു സവാള എടുക്കാനുണ്ടാവുമോ, ഒരു കിഴങ്ങ് തരുമോ എന്നൊക്കെ അങ്ങനെ പറയുന്ന പോലെ ഒരു ചേച്ചി വന്നിട്ട് പറയാം. അപ്പോൾ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക, സൺലൈറ്റ് പോയിക്കൊണ്ട്, അപ്പോൾ ഈ പെട്ടെന്ന് ആ ഷോട്ട് എടുക്കണം. അപ്പോൾ സിറാജ് പറ, നമ്മൾ ലൈറ്റ് പോവാണ്, വേഗം 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 ചെയ്യണം, ചേച്ചി പെട്ടെന്ന് ഒന്ന് ചോദിക്കണം, അപ്പോൾ സവാള എടുത്ത് കൊടുക്കണം. അപ്പോൾ ഒറ്റ ഷോട്ട് ഫ്രെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഇവർ വന്ന് മോളെ ഒരു സവാള തരുമോ, ഇക്ക പുറത്ത് പോയിരിക്കുക, വരുമ്പോൾ ഞാൻ വാങ്ങിച്ചു തരാം. അതിനെന്താ എന്നിട്ട് ഇവിടെ അടുത്ത് പോയിട്ട് ഒരെണ്ണടുത്ത് കൊടുക്കണം. അപ്പോൾ ഇവരങ്ങനെ തന്നെ പോകണം. അതാണ് ഷോട്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വന്ന് ശരി ആക്ഷൻ മുളക് സവാള. അപ്പോൾ അതിനെന്താ ഇവിടെ പോയിട്ട് ഇത് ഇങ്ങനെയല്ലാതെ ഇങ്ങനെ ആരും സവാള ചോദിക്കുമോ? സമയത്തിന് സവാള ഇങ്ങനെ ചോദിക്കില്ലേ? ഇങ്ങനെ സാധാരണ ചോദിക്കണം ചോദിക്കേ, നമുക്ക് ടൈമില്ല, സാധാരണ ചോദിക്കണം ചോദിക്കും. അങ്ങനെ അടുത്ത ഷോക്കൊക്കെ ആക്ഷൻ, മോളെ സവാള വില വേണ, ഈ തെക്ക് വരുമ്പോ സവാള ബില്ല് അങ്ങോട്ട് വേണം, കാക്ക വരുമ്പോ വാങ്ങിച്ചിട്ട് തന്നാ മതിയെന്ന്.